തല്ലുമാല മൂവിലെ മണവാളൻ തഗ് സോങ് അല്ലെ. ഇതേപോലെ നമ്മുടെ ഇടയിൽ ഇപ്പൊ ഇങ്ങനെ തഗ്ഗടിച്ച് നിൽക്കുന്നത് നമ്മുടെ AI ആണ്. എവിടെ നോക്കിയാലും ഇപ്പൊ AI നമ്മുടെ ചുറ്റിലും ഉണ്ടെന്നുള്ളതാണ് അല്ലെ. സമയം ഇതേ 12 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. ടൈം പാസിൽ ഹരിതയാണ് റേഡിയോ മാംഗോ 91.9. അപ്പൊ ആ AI എന്ന ആ ഒരു ലോകത്തിനെ കുറിച്ച് ഇപ്പൊ ഇരുന്ന് റിസർച്ച് ചെയ്ത് പഠിച്ച് പലർക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരാളാണ് എന്റെ കൂടെ ഇന്ന് ടൈം പാസിലുള്ളത്. ഹായ്, ഞാൻ അൻസാർ. MMO കോളേജിൽ 3rd ഇയർ 5th സെം സ്റ്റുഡന്റ് ആണ്. ബി അഡ്വർടൈസിംഗ് സെയിൽസ് മാനേജ്മെന്റ് കോഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ആം ഓൾസോ എ ഇൻസ്ട്രക്ടർ ആണ്, റിസർച്ചർ ആണ്. അത് മാത്രമല്ല ഒരുപാട് റെക്കോർഡ്സും കിട്ടിയിട്ടുള്ള ആളാണ്. ഏതൊക്കെ റെക്കോർഡ്സാ കിട്ടിയത്? ലാസ്റ്റില് നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്, ആൻഡ് അതുപോലെ കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അൻസാർ എന്ന് പറയുന്ന സമയത്ത് ഒരു AI ഇൻസ്ട്രക്ടർ ആണ്. അല്ല, ഈ പണികളൊക്കെ ചെയ്യുന്ന തിരക്കില് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്നത്? ക്ലാസ് ഒക്കെ സൈഡായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കൺട്രോളേഷൻ കുറെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഈ മന്ത് തീരെ ക്ലാസ് കയറിയിട്ടില്ല. അറ്റൻഡൻസ് ഒക്കെ പറ്റ കുറവാണ്. ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഉണ്ടാവും, ഓരോ ഇവന്റ്സ് ഉണ്ടാവും, ആൻഡ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ ക്ലാസ്സിലൊക്കെ കയറാതിരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ഒക്കെ ഇപ്പൊ എന്താ പറയാ? സത്യത്തില് ടീച്ചേഴ്സിന്റെ ഭാഗത്തുള്ള റോൾ എന്ന് പറഞ്ഞാല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയാണ്. കാരണം അവര് തന്നിട്ടുള്ള സപ്പോർട്ട് അതൊക്കെ പറഞ്ഞാല് ഭയങ്കര ഹൈ ആണ്. ഞാൻ എന്താ ചെയ്യുന്നുള്ള ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് അറിയുന്നതുകൊണ്ട് പിന്നെ അവർക്ക് പ്രശ്നമില്ല. അടിപൊളി. എന്തായാലും എനിക്ക് കുറച്ച് നേരത്തേക്ക് അൻസാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. AI ഇൻസ്ട്രക്ടർ അൻസാർ അല്ലെ. ഇപ്പൊ നമുക്കും AI എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളിപ്പോ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ AI കുറിച്ച് നമുക്ക് കുറെ ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ട്യൂൺ ഇൻ ടു റേഡിയോ മാംഗോ 91.9. ഹരിതയാണ് ടൈം പാസ്. നാട്ടിലെങ്കും പാട്ടായി. கண்ணாடி வளையலில தன்னே நன்னானே அடியே தானே நன்னானே எங்க கதிரறுப்பு பிந்துதடி தன்னே நன்னானே தானே நன்னானே. റേഡിയോ മാംഗോ നാട്ടിലെങ്കും പാട്ടായി. നോട്ട്ബുക്ക് മൂവിലെ സോങ്. ഇപ്പൊ നോട്ട്ബുക്ക് ഒന്നുമല്ല, മൊത്തം AI ആണ് അല്ലെ. അങ്ങനെ ആ AI വേൾഡിനെ കുറിച്ച് കാര്യമായിട്ടിരുന്ന് റിസർച്ച് ചെയ്ത് പഠിക്കുന്ന ഒരാള് ഇപ്പൊ നമ്മുടെ കൂടെ ടൈം പാസിലുണ്ട്. ഹായ്, ഞാൻ അൻസാർ. MMO കോളേജിൽ 3rd ഇയർ 5th സെം സ്റ്റുഡന്റ് ആണ്. അപ്പോ AI ഇൻസ്ട്രക്ടർ ആയിട്ടുള്ള അൻസാറിനോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം AI യൂസ് ചെയ്തത് ഏത് കാര്യത്തിനാ? AI ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ChatGPT ലോഞ്ച് ചെയ്തു. ChatGPT നമുക്ക് അസൈൻമെന്റ് കിട്ടും. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ആൻസേഴ്സ് കിട്ടുന്നത് നമ്മൾ ഫസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇത്രത്തോളം സാധ്യത ഉണ്ടെന്നുള്ള പിന്നെ റിസർച്ച് ചെയ്ത് 2 വർഷം കൊണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ എല്ലാ ഡീറ്റെയിൽസും ChatGPTക്ക് അറിയാം. എന്റെ ഏത് സിലിക്കൻസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മേ ബി അസൈൻമെന്റോ സെമിനാറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. ശരിക്കും ഈ AI വൈറൽ ആയ ടൈം തൊട്ടേയുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു ഡൗട്ടാണ്, ഇനി അങ്ങ് ഫ്യൂച്ചറിൽ മൊത്തം AI മാത്രമാവോ എന്നുള്ളൊരു കാര്യം. അതായത് ഈ സാധനങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജോബ് റീപ്ലേസ് ചെയ്യപ്പെടും. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഇമോഷൻ അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുമോ? ഇമോഷൻസിന്റെ കാര്യത്തിൽ ഇപ്പം ബാക്കിലാണെന്നേ ഉള്ളൂ. ഫ്യൂച്ചർ ഒരു 4 വർഷം 5 വർഷത്തിന്റെ ഉള്ളിൽ മേ ബി മാറാം. AI AGIയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതായത് ഹ്യൂമന്റെ ബിഹേവിയർ എങ്ങനെയാണോ നമുക്ക് ഇമോഷൻസ് ഇനി ഒരു റോബോട്ടിന് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ വിചാരിക്കുന്നത് സാധനങ്ങൾ നേരെ റോബോട്ടിന് കിട്ടി എങ്ങനെ ഉണ്ടാവും? അപ്പൊ പണി പോവോ? പണി പോകുന്നല്ല, അതായത് പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നുള്ളത് ഞാൻ AI പഠിച്ചുകൊണ്ടാണ്. AI പഠിക്കാത്ത ഒരാൾ എന്റെ സ്ഥാനത്ത് വന്നിരിക്കാൻ പോസിബിൾ അല്ല. ഞാനിപ്പോ ഒരു കമ്പനിക്ക് എനിക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിലും അവരൊരു 10 hour എടുത്ത് ചെയ്യുന്ന വർക്ക് എനിക്കൊരു 5 minutes 10 minutes കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. യൂസ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഇത് ഉണ്ടാക്കാൻ ഒരുപാട് പേര് ഇതിന്റെ പിന്നിലുണ്ട്. അത് യൂസ് ചെയ്യാൻ ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതാണ്. അപ്പൊ അത്രയ്ക്കൊന്നും പേടിക്കണ്ട, നമ്മളെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇത് മാത്രമല്ല, ഇനിയും കുറെ കാര്യങ്ങൾ AI ഇൻസ്ട്രക്ടർ അൻസാറിനോട് നമുക്ക് ചോദിക്കാനുണ്ട്. ട്യൂൺ ഇൻ ടു റേഡിയോ മാംഗോ 91.9. നാട്ടിലെങ്കും പാട്ടായി. റേഡിയോ മാംഗോ നാട്ടിലെങ്കും പാട്ടായി. ബെസ്റ്റ് ആക്ടർ മൂവിയിലെ സോങ്. ഇതേ ഇപ്പൊ നല്ലൊരു കിട്ടില്ലം മഴ പെയ്തു കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ RJ ദീപക് പറയുന്ന ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ടായിരുന്നില്ലേ, മഴ ഇപ്പൊ ബ്ലോക്ക് അടിസ്ഥാനത്തിലൊക്കെയാണ് കേട്ടോ പെയ്യുന്നത് എന്നുള്ളൊരു ഡയലോഗ്. അങ്ങനെ തന്നെ ചില ഭാഗത്ത് വെയിൽ, ചില ഭാഗത്ത് മഴ. എനിക്ക് കുറച്ച് മുന്നേ കിട്ടിയിട്ടുള്ളൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എരഞ്ഞിപ്പാലം മഴ, മലാപ്പറമ്പ് വെയിലാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ അവിടെ ഉള്ള ഒരു അവസ്ഥ എന്താണ്? 8129411919 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് പോരട്ടെ. ടൈം പാസിൽ ഹരിതയാണ് റേഡിയോ മാംഗോ 91.9. ഇതേ ഇപ്പോ നമ്മുടെ കൂടെ
നമ്മുടെ ടൈം പാസിൽ നമ്മുടെ AI ഇൻസ്ട്രക്ടർ ഉണ്ട് കേട്ടോ. ഹായ്, ഞാൻ അൻസാർ, MMO കോളേജിൽ 3rd ഇയർ 5th സെം സ്റ്റുഡന്റ് ആണ്. മാത്രല്ല അൻസാർ ഇപ്പോ ഈ ഒരു 20ാമത്തെ വയസ്സിൽ ഒരു AI സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ CEO കൂടിയാണ് കേട്ടോ. ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മളിപ്പോ പല കാര്യത്തിന് AI ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഏതൊക്കെ കാര്യങ്ങളിൽ നമുക്ക് AI യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു ഡൗട്ട്. AI ഏത് ഏരിയയിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ എൻ്റെ ലൈഫിൽ മീൻസ് എൻ്റെ ഇപ്പോഴത്തെ കരിയറിൽ 24/7 ഒരു 90 to 80% ടൈം ഞാൻ AI ഡിപ്പെൻഡഡ് ആണ്. മീൻസ് എനിക്ക് ഇന്ന് ഒരു കണ്ടന്റ് എഴുതണം, പ്രസന്റേഷൻ ഉണ്ടാക്കണം, നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം, സോഷ്യൽ മീഡിയയിലേക്കുള്ള കണ്ടന്റ് വേണം, അതിലേക്കുള്ള ഡിസ്ക്രിപ്ഷൻ വേണം, എല്ലാം ഇന്ന് AI ആണ് എന്നെ മാനേജ് ചെയ്യുന്നുള്ളത്. അതായത് നിങ്ങൾ എന്താവശ്യത്തിനാണുള്ളത്, നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത് അതിൽക്കൊക്കെ AI ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റൈറ്റിങ്ങിനുള്ളതാണെങ്കിൽ ChatGPT യൂസ് ചെയ്യുക, ഇമേജ് ജനറേഷൻ പറ്റും, സിനിമ വരെ ഇന്ന് AI യൂസ് ചെയ്തിട്ട് ചെയ്യുക. അതായത് ആക്ടേഴ്സിന് ആവശ്യമില്ല, അതിനുള്ള ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. ക്ലീനിങ്ങിനായാലും റോബോട്ട്സ് അവൈലബിൾ ആണ്. സോ അതുപോലെ നിങ്ങൾ ഏത് കരിയറിലേക്കായാലും നിങ്ങളെ ഒരു ഡേ തന്നെ ഷെഡ്യൂൾ ചെയ്യാൻ AI കൊണ്ട് പറ്റും. അപ്പൊ ഏത് മേഖലയിൽ വേണമെങ്കിലും നമുക്ക് AI ഒന്ന് ശരിക്കും പഠിച്ചാൽ യൂട്ടിലൈസ് ചെയ്യാം അല്ലേ? അതായത് നമുക്ക് ഇമോഷൻസിനെ കറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു സ്വപ്നം കണ്ടാൽ അത് കാണാന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇന്ന് ആ സ്വപ്നം കണ്ട സാധനം നേരെ ഒരു പ്രോംപ്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോ രൂപത്തിലോ ഇമേജ് രൂപത്തിലോ കാണാൻ പറ്റും. ഇതായിരുന്നു ഞാൻ ഇന്നലെ രാത്രി കണ്ട സ്വപ്നം. അതെ, പറഞ്ഞെടുത്താൽ കറക്റ്റ് ആയിട്ട് കിട്ടും. എന്തായാലും കൊള്ളാം. ഇതേപോലെ തന്നെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് AI യൂസ് ചെയ്യാറുള്ളത്? 8129411919. ദിസ് ഇസ് മൈ വാട്സ്ആപ്പ് നമ്പർ. ടൈം പാസിൽ ഹരിതയാണ്. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. സോങ് സമയത്തെ 12 മണി കഴിഞ്ഞ് 46 ടൈം പാസ് ആണ്. ഹരിതയാണ്. റേഡിയോ മാംഗോ 91.9. നമ്മുടെ കൂടെ ഒരു AI ഇൻസ്ട്രക്ടറും ഉണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ അങ്ങനെയാണ് ആളെ വിളിക്കുക. നമ്മുടെ MMO കോളേജിൽ ഡിഗ്രി 3rd ഇയർ പഠിക്കുന്ന അൻസാർ ആണ്. ആളിപ്പത്തെ 20ാമത്തെ വയസ്സിൽ ഒരു AI സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ CEO കൂടിയാണ്. അപ്പൊ ഈ ഒരു വയസ്സിൽ തന്നെ ആളിപ്പോ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് കേട്ടോ. 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല എന്നാണ് പറയാ. അന്ന് മുതലേ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കോവിഡ് ടൈമിലായാലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈഡായിട്ട് ഡിസൈനിങ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. സോ ഇതൊക്കെ പാരലായിട്ട് ഞാൻ ഇങ്ങനെ സ്കിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതിലൂടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ എനിക്ക് ക്യാഷ് വാങ്ങേണ്ട അവസ്ഥ വന്നിട്ടില്ല. ആൻഡ് ഇപ്പം കോളേജിലെ ഫീസ് അടിക്കാനായാലും, ഈ ഫോൺ വാങ്ങാനായാലും, ലാപ്ടോപ്പ് വാങ്ങാനായാലും, കറങ്ങി നടക്കാനായാലും, ഫുഡ് അടിക്കാനായാലും. ഈ ഫുഡ് അടിക്കാൻ പറഞ്ഞാല് ഒരു ക്രേസ് ആണല്ലോ. അതിനൊക്കെ വീട്ടിൽ പൈസ വയ്ക്കാറുള്ളത് ഒരു മോശം പരിപാടി പോലെ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. നമുക്ക് നമ്മളുടെ തന്നെ ഒരു ഫ്രീഡം ആണ് ഇതിലൂടെ കിട്ടുന്നുള്ളത്. അടിപൊളി. ഇതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവാന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംഭവമാണ് കേട്ടോ. ആൻഡ് ഓൾസോ നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് അത് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു രസവും ഒന്ന് വേറെ തന്നെയാണ്. ശരിയല്ലേ? ടൈം പാസിൽ ഹരിതയാണ്. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി.